Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. എൻ്റെ ക്യാരക്ടർ ഒരു മലയാളി നേഴ്സാണ്. എവിടെയൊക്കെയാണ് പോയത്? ഞാൻ ഡയമണ്ട് നെക്ലേസ്. ഇല്ല, ഡയമണ്ട് നെക്ലേസിൽ തമിഴ് നേഴ്സായിരുന്നു, പിന്നെ മലയാളം മൂവി. ഇപ്പം തമിഴ് സീരീസിൽ ഞാനൊരു മലയാളി നേഴ്സായിട്ട് അഭിനയിക്കുന്നത്. ഇത് ഇത് ഞാൻ എൻ്റെ പ്ലേറ്റിലിരിക്കുന്നത് തീർത്തിട്ടില്ല. നിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരൊക്കെ പറയും ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ വേണം, ഫീമെയിൽ ക്യാരക്ടേഴ്സ് വേണം, ഫീമെയിൽ ലീഡ് സിനിമ ഒക്കെ വേണമെന്ന്. പക്ഷെ ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഈ ഫീമെയിൽ ലീഡായിട്ടുള്ള സിനിമകളൊക്കെ വരാറുണ്ട്, ഇത് തിയേറ്ററിൽ പോയിട്ട് എത്ര പേരാണ് പോയി കാണുന്നത്? ഞാൻ വിചാരിച്ച രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നില്ല, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോയി, അല്ലെങ്കിൽ ഞാൻ ട്രിഗേർഡ് ആയി, അല്ലെങ്കിൽ സംതിങ് അതായി ഒരു കാര്യം നടക്കാത്തതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായി. വിഷമം ആൻഡ് ഡിപ്രഷൻ ഇസ് കാൺ ഇക്വേറ്റ് ഇറ്റ്, നോ. ലൈക്ക് എനിക്ക് തോന്നുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഒരു ക്വർക്കി ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ഈ ഷൂട്ടിംഗ് സമയത്ത് ഓൾസോ ഐ വാസ് സോ എക്സൈറ്റഡ്. ബിക്കോസ് വളരെ രസമായിട്ടുള്ള കുറേ സീക്വൻസസും കുറേ സീൻസൊക്കെയാണ് എനിക്ക് ഇതിനു വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ലൈക്ക് ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ഡിറക്ഷൻ എന്തായാലും ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അത് സിനിമ തന്നെ ആയിട്ട് വാശി പിടിക്കണമെന്ന് വേണ്ടാന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. ബിക്കോസ് വെബ് സീരീസ് ആക്കുമ്പോഴത്തേക്കും എനിക്ക് വേണമെങ്കിൽ എൻ്റെ അതേ സ്ക്രിപ്റ്റ് തന്നെ. So how much of a foodie are you? We are talking about. So yum. Yeah, you like it? Good. ഇതെല്ലാവരും ഒരു 5 മിനിറ്റ് കിട്ടിയാൽ ഉടനെ ഫോൺ തുറന്ന് ഇങ്ങോട്ടാണ്. ഇറ്റ്സ് ലൈക്ക് യു ആർ നോട്ട് ഈവൻ ഗിവിംഗ് യുവർ സെൽഫ് സ്പേസ് ടു ബി ബോർഡ്. ലൈക്ക് വൈ ആർ യു സോ അഫ്രൈഡ് ഓഫ് സിറ്റിംഗ് വിത്ത് യുവർ ഓൺ തോട്ട്സ്? നമ്മൾ ആ സമയത്ത് പല ആൾക്കാരും നമ്മളെ ഉപദേശിക്കാൻ നോക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഒന്നും പറയാം, എനിക്കെല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നെ നമുക്ക് പണി കിട്ടുമ്പോൾ നമ്മളായിരിക്കും വെറുതെ അല്ല അവർ എന്നോട് അത് പറഞ്ഞത്, മര്യാദയ്ക്ക് എന്ന് കേട്ടാൽ മതിയല്ലോ. നൗ ദ പ്രോബ്ലം വിത്ത് സോഷ്യൽ മീഡിയ ഇസ് ദാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ പ്രോജക്റ്റിൽ വിളിക്കത്തുള്ളൂ. Is it real? Yeah. I'm so excited to get you here. ഇത് ശരിക്കും D7 എന്നാണ്, ആൻഡ് ദിസ് ഇസ് വെയർ വി നോർമലി കം as family for dinner. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ സ്പേസും, ആൻഡ് ഐ ലൈക്ക് ദ ഫുഡ് ദ മോസ്റ്റ്. ഇറ്റ്സ് വെരി ഫ്രഷ് ആൻഡ് വെരി യമ്മി. Gauthami ഇതിനു മുമ്പ് ആയാമിലാണ് വന്നത്. Yes. And that was about 3 years ago. I think 22, 21. 22, 23 ആയിരുന്നു. In focus now. And new web series coming up. നമ്മൾ അന്നത്തെ സംസാരം എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ congratulations on the new web series, Kaakee Circus. And before we get into the details of what is happening in life-ൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? Well, since we met that time, I moved to Bangalore and now I'm doing my PhD. ബാംഗ്ലൂർ പോയി കഴിഞ്ഞു? Yeah, I moved in 2023. ഞാൻ mentally ഇപ്പോഴും ഞാൻ അവിടെ ട്രിവാൻഡ്രത്താണ് സ്പേസ് ചെയ്തിരുന്നത്. That's what that happened in I think 2021 or 22 എന്തോ ആ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നു. And then 23 March, April I moved to Bangalore. എന്നിട്ട് അപ്പോൾ തൊട്ട് I've been in Bangalore. And എങ്ങനെയുണ്ട് അവിടുത്തെ പഠിത്തവും ബാംഗ്ലൂർ ലൈഫും? Fun. It's like living in college again. So I'm having so much fun. Oh my god. It's like I'm living in my 20s one more time. So and എങ്ങനെയുണ്ട് സൈക്യാട്രി പഠിത്തം? It's എന്താണ് സബ്ജക്ട്? Just curious. Okay, so then my PhD topic is basically on Alzheimer's. Oh. I'm studying dementia mainly. So it involves a lot of neuroimaging and artificial intelligence. So my thesis is basically based on using deep learning algorithms to find biomarkers in people who are diagnosed with mild cognitive impairment using multimodal MRI. എല്ലാവർക്കും മനസ്സിലായി, എല്ലാം മനസ്സിലായി. Coming to Kaakee Circus, how excited are you? Very, because I think after a while എനിക്ക് തോന്നുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഒരു ക്വർക്കി ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ഈ ഷൂട്ടിംഗ് സമയത്ത് ഓൾസോ ഐ വാസ് സോ എക്സൈറ്റഡ്. ബിക്കോസ് വളരെ രസമായിട്ടുള്ള കുറേ സീക്വൻസസും കുറേ സീൻസൊക്കെയാണ് എനിക്ക് ഇതിനു വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. സോ ഇറ്റ് വാസ് ജസ്റ്റ് ഫൺ. പിന്നെ ക്രൂ ആണെങ്കിലും ലൈക്ക് ഐ തിങ്ക് അമീൻ ആണ് ആദ്യത്തെ ഡയറക്ടർ ഹൂസ് ക്ലോസ് ടു മൈ ഏജ്. മറ്റേത് ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് എല്ലാവരും എന്നെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതും ഒന്ന് ഏജ് വൈസ് എനിക്ക് എക്സ്പീരിയൻസ് വൈസ്. പക്ഷെ ഇത് അമീൻ ഞാനും ഒരേ ഏജ് ഗ്രൂപ്പാണ്. ബാക്കി ടെക്നിക്കൽ ക്രൂ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഭയങ്കര ഡിഫറെന്റ് എനർജി ആയിരുന്നു സെറ്റിൽ. ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടു, ആൻഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൻ്റെ ഹ്യൂമർ എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ആ പോട്ടിനകത്തുനിന്ന് പൈസ പോകുന്ന ഒരു മോഷണമാണ് തീം, ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ കോമഡി ത്രില്ലർ ജോണർ അല്ലേ? ഇറ്റ്സ് ആക്ച്വലി പ്രോപ്പർ ഡാർക്ക് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത് എവിടെയാണ്? സോ മെയിൻലി എല്ലാം പൊള്ളാച്ചിയിലായിരുന്നു. തമിഴ് പോർഷൻസും ബാക്കി മെയിൻ സംഭവങ്ങളെല്ലാം പൊള്ളാച്ചിയിലായിരുന്നു. മലയാളം പോർഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ കുമളി സൈഡ്. സോ മെയിൻലി പൊള്ളാച്ചി, കോയമ്പത്തൂർ
കോയമ്പത്തൂരില്ല, മെയിൻലി പൊള്ളാച്ചിയായിരുന്നു ഫുൾ എല്ലാം. അധികം ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുമില്ല ട്രെയിലറിൽ. സോ അതാണ് ഇത് പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. കുറേ കാര്യങ്ങൾ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ അത് കാരണം ചുറ്റുപാട് നടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി മാഡ്, ഭയങ്കര ഫണ്ണാണ്. എനിക്ക് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് വെരി ആനിമേറ്റഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു ഹിസ് ഡയറക്ഷൻ അപ്രോച്ച് ഇസ് വെരി ഡിഫറെന്റ്. സോ ഐ എം ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെ ഡിഫറെന്റ്? The way he shoots also, he has certain ideas in mind. അത് ഞാൻ ഇതുവരെയും നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആസ് എൻ പ്രോബ്ലി സീരീസ് റിലീസ് ആകുമ്പോഴത്തേക്കും സോങ്ങിൻ്റെ ഇടയ്ക്ക് റൊമാൻസ് കുറേ സാധനങ്ങൾ കുറേ ബിറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ അമീൻ്റെ ഒരു ക്വർക്കിനെസ് ഇങ്ങനെ നമുക്ക് കാണാം മൊത്തത്തിൽ. ഇറ്റ്സ് സോ ഫൺ, ഇറ്റ്സ് സോ ഫൺ. ആൻഡ് ഇതിനകത്ത് ട്രെയിലറിൽ നമ്മുടെ രാജേഷ് മാധവനെ കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ, പെണ്ണും പോരാട്ടും. അതും again a quirky comedy genre, mad movie, and I loved it. അപ്പോൾ അതിനുശേഷം ഐ തിങ്ക് ഐ എം ഗോയിങ് ടു സീ ഹിം ആക്ടിങ്. അപ്പോൾ എങ്ങനെയായിരുന്നു, വാട്ട് വാസ് യുവർ ക്യാരക്ടർ അസോസിയേഷൻ ലൈക്ക്, ഇഫ് യു ക്യാൻ റിവീൽ എ ലിറ്റിൽ ബിറ്റ്? നിങ്ങൾ തമ്മിൽ ഒരു കോമ്പിനേഷൻസ് ഉണ്ടോ? എന്താണ് റിലേഷൻ? ബേസിക്കലി ഐ ക്യാൻ സേ ദാറ്റ് എൻ്റെ ക്യാരക്ടർ ഒരു മലയാളി നേഴ്സാണ്. എവിടെയൊക്കെയാണ് പോയത്? ഞാൻ ഡയമണ്ട് നെക്ലേസ്. ഇല്ല, ഡയമണ്ട് നെക്ലേസിൽ തമിഴ് നേഴ്സായിരുന്നു, പിന്നെ മലയാളം മൂവി. ഇപ്പം തമിഴ് സീരീസിൽ ഞാനൊരു മലയാളി നേഴ്സായിട്ട് അഭിനയിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. But yeah, actually full 180 ആണ്. Diamond necklace. And again, it's a nurse again, but her name is Shali. She's from Kumli. It's too revealing. എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കണ്ട് കുറച്ച് എല്ലാവരും അതും കണ്ടങ്ങട്. ശരിക്കും ഗൗതം, നമ്മൾ നാട്ടിൽ വളർന്ന് വർക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ നിന്നും തമിഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടോ? ശരിക്കും ഉണ്ടോ? അതോ എല്ലാവരും പറയണത്? അയ്യോ അല്ല, ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രൂ എല്ലാം മലയാളികളായിരുന്നു. ചില അസോസിയേറ്റും ചില അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മാത്രം, മേ ബി എ ഫ്യൂ പീപ്പിൾ ബോത്ത് ഫ്രം തമിഴ്. പക്ഷെ ബാക്കി നമ്മുടെ ടെക്നിക്കൽ ക്രൂ മൊത്തം നമ്മളൊരു മലയാളം സിനിമ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ അതുമല്ല, എൻ്റെ ഡയലോഗ്സ് ഫുൾ മലയാളത്തിലാണ്. രാജേഷ് ചേട്ടൻ്റെയും എൻ്റെ കോമ്പിനേഷനുള്ള സംഭവങ്ങളും ഒക്കെ മലയാളത്തിലാണ്. സോ ഐ സ്പീക്ക് മലയാളം ത്രൂ ഔട്ട് ദ ഹോൾ തിങ്. അപ്പം മൊത്തത്തിൽ മലയാളമാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴിൽ പോയി ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. ബിക്കോസ് എല്ലാവരും മലയാളികളായതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോയി വേറെ ലൊക്കേഷനിൽ പോയിട്ട് ഒരു മലയാളം പടം ചെയ്യുന്ന പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവരെ വിളിക്കാം, കഴിക്കണ്ടേ? അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇപ്പം യു ഓൾസോ വോണ്ട് ടു ബി ബിഹൈൻഡ് ദ ക്യാമറ അല്ലേ? ഓക്കെ, അപ്പം കുറേ വർഷങ്ങളായിട്ട് യു ഹവ് ബീൻ തിങ്കിങ് അബൌട്ട് directing and you've been wanting to direct. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വാട്ട് ആർ ദി ഇൻസൈറ്റ്സ് യു ഹാവ് ഗാതേർഡ്? കാരണം ഇത് ഒരു ഫിലിം അല്ലല്ലോ, ഒരു വെബ് സീരീസ് ആണ്. ആൻഡ് ഐ തിങ്ക് വെബ് സീരീസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുക, ഐ തിങ്ക് ഇത് ലിറ്റിൽ മോർ ട്രിക്കിയർ ദാൻ മേക്കിംഗ് എ മൂവി. കാരണം എല്ലാ ഹൈ പോയിന്റിൽ കൊണ്ടുപോയി നിർത്തണം, എല്ലാ എപ്പിസോഡ് ഷുഡ് ബി എൻഗേജിങ്. അപ്പോൾ ഒരു എപ്പിസോഡിൽ എവിടെയെങ്കിലും ഒരു ലൂസ് ഉണ്ടെങ്കിൽ ആൾ കംപ്ലീറ്റ്ലി സീരീസ് വിട്ടുപോകും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ, ചാലഞ്ചസ് ഒരു വെബ് സീരീസ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് എന്താണ്, what are your learnings, takeaways from being a part of a web series? No, I think the main thing I realized is that ഇപ്പോൾ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ഡിറക്ഷൻ എന്തായാലും ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അത് സിനിമ തന്നെ ആയിട്ട് വാശി പിടിക്കണമെന്ന് വേണ്ടാന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. ബിക്കോസ് വെബ് സീരീസ് ആക്കുമ്പോഴത്തേക്കും എനിക്ക് വേണമെങ്കിൽ എൻ്റെ അതേ സ്ക്രിപ്റ്റ് തന്നെ ഐ കൻ ജസ്റ്റ് കുറച്ചും കൂടെ ലേയേഴ്സും കുറച്ചും കൂടെ എലമെന്റ്സ് ഇട്ടിട്ട് അത് ഒരു എപ്പിസോഡ് മേ ബി ഒരു 43 minutes അല്ലെങ്കിൽ 45 minutes എന്ന രീതിയിൽ ഫിക്സ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ട ഒരു 30 minutes ആണെങ്കിലും മേ ബി എനിക്ക് സിനിമയിൽ ഒരു 2.5 അല്ലെങ്കിൽ 90 minute ഫുൾ സ്ട്രെച്ചിൽ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ മേ ബി ഐ മൈറ്റ് ഹാവ് സ്പേസ്, കുറച്ചും കൂടെ ലെയേഴ്സ്, കുറച്ചും കൂടെ എലമെന്റ്സ്, അങ്ങനത്തെ രീതിയിൽ എനിക്ക് കഥയിൽ കുറച്ചും കൂടെ ഡെപ്ത് ചിലപ്പം വരുത്തിക്കാന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടറിലും അതുപോലെ നുവാൻസസ് ഉണ്ടോ? ഇല്ല, ഐ കാൺട്ട് സേ എനിത്തിങ്. ഉണ്ട്, വേണമെങ്കിൽ പറയാം, ഉണ്ട്. വാട്ട് ഡിഡ് യു ഫീൽ അബൌട്ട് ദ ട്രെയിലർ ദെൻ? ഐ ലവ്ഡ് ഇറ്റ്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഷൂട്ടിംഗ് സമയത്ത് തന്നെ. സോ ദെൻ ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ്. സോ ഐ റിമെമ്പർ ചില സീൻസ് ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഐ വുഡ് വെയിറ്റ് ഫോർ അർജുൻ ഉണ്ട് നമ്മുടെ എഡിറ്റർ. അപ്പം ഫോട്ടോ എഡിറ്റ് ചില സീൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഞാൻ രാത്രിയിൽ 4 മണിക്കും 3 മണിക്കൊക്കെ അവരുടെ അടുത്ത് പറയും എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് കാണിക്കണം, എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദെൻ വെൻ യു സീ ദ ഹോൾ തിങ് ഇറ്റ്സ് കം ഔട്ട് സോ നൈസ്ലി. എന്തോ എനിക്ക് ഭയങ്കര, ഞാൻ whatever I've seen, I'm very excited about it. അങ്ങനെ നല്ല നല്ല സാധനങ്ങൾ വന്നു തുടങ്ങിയിരിക്കണം. Hi ma'am. Hi. This is our homemade special clingy chicken. ഇത് സ്റ്റാർട്ടർ ആണോ? സ്റ്റാർട്ടർ ആണ്. Clingy chicken. Clingy chicken. Okay. Okay. Hi ma'am. Hi. Hi. Your main course? Turkish chicken. Turkish chicken. Yes. Okay. Extra boiled veggies for us.
So how much of a foodie are you? We are talking Oh, about. that's so yum. Yeah, you like it? Good. അല്ല, Take pizza half. അല്ലല്ലോ. Should I make it half for you? വേണ്ട. I'm just enjoying the chicken and the Chicken vegetables and now. the vegetables together. Okay. Full yes. So not a bad idea getting you here. Alle? Oh, it's yum. So you're telling me like you're into cooking these days? No, I've always been into cooking. Just now that I've gotten so bored with ordering from outside, I just prefer eating at home now. ഇപ്പം ബാംഗ്ലൂർ ആയപ്പോഴത്തേക്ക് ഇപ്പോൾ സാധാരണ നമ്മുടെ മിനിങ്ങാന്ന് തന്നെ I made ക്യാരറ്റ് തോരൻ, ചോറ്, പുളിശ്ശേരി, കുറച്ച് ചിക്കൻ വറുത്തത്. That's it. You living alone അല്ലെങ്കിൽ No, I live alone. I live in a പിന്നെ one day ഒരു നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുൾ ഡേ No, നടക്കുകയും ചെയ്യും. if I make, it's mostly enough for 2 meals. So either ഉച്ചയ്ക്കും രാത്രിയിൽ അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ദിവസവും രാത്രിയിലും ഉച്ചയ്ക്ക് അങ്ങനെ എന്തെങ്കിലും. How is the dating scene going on? No comments. എന്താണ്? No comments. Something happening? Something's always happening. Oh, okay. ബാംഗ്ലൂരിലാണ് been on dating apps? അയ്യേ no. ആപ്സും പരിപാടിയൊന്നുമില്ല. Meeting people through my friends അങ്ങനെയൊക്കെ വന്നിട്ട്. But on a serious note, നമ്മൾ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് when you move into a new city and a new life, കുറച്ച് ലേണിങ്സ് കാണുമല്ലോ ഗൗതമി. ആൻഡ് ഈ ഹീലിംഗ് പ്രോസസ്സ് ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ് സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ടു ഗോ ത്രൂ ദ ഹോൾ തിങ്, തിരിച്ച് പുറത്തു വരാൻ. വാട്ട് ഹാവ് യു ഡിസ്കവേർഡ്? സ്വന്തമായിട്ട് ഞാൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് എന്താണ് ഡിസ്കവർ ചെയ്തത് ആസ് എ പ്രോസസ്? I think while I did do enough, I think almost enough self-care or healing or whatever at that point of time, പിന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് ചില കാര്യങ്ങൾ നമ്മൾ like I'm not talking about romantic relationships, otherwise also relationships, എന്താ സംഭവിക്കുന്നത്, ഫ്രണ്ട്ഷിപ്സ്, ഫാമിലി, എന്താണെങ്കിലും I feel that ചില ഇൻസ്റ്റൻസസ് ചില സിറ്റുവേഷൻസ് നമുക്ക് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്ന ഒരു മെമ്മറി ഓർ സം ഇൻസിഡന്റ് മൈറ്റ് ബി ദെയർ ഇൻ അവർ മൈൻഡ്. ചിലപ്പം today we might have a similar situation with somebody else, but then the outcome might not be the same. It might not be negative. So I realized that palappodum I'm immediately associating things to the negative outcome and I'm expecting the worst. So ആ ഒരു എന്താ പറയുക, ഒരു സൈക്കിളിൽ നിന്ന്, ഒരു vicious cycle അല്ല. I'm saying it's about teaching yourself that it's not always going to be the same outcome. So don't always expect negative. ആ ഒരു ഫ്രെയിം ആണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. So അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാറ്റേൺസിനെയും കൂടി തിരിച്ചറിയാണ്. as in ഞാൻ എങ്ങനെയായിരിക്കും മേ ബി നെഗറ്റീവ്ലി ഇപ്പം ഒരു സിറ്റുവേഷൻ ഉണ്ടായി, if I react negatively based on some bad experience in the past, it is going to lead to a negative outcome. But maybe I should give it some time before being impulsive or assuming that they are going to give me a negative outcome. So I think patience, just give it time. That's what I've learned. And also unlearn a lot of things. നമ്മൾ as habitual ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ unlearn ചെയ്യുക. കുറേ കാര്യങ്ങൾ ഞാനിപ്പം ഡെയിലി ഞാൻ ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഓ ഞാൻ എന്തിനാ ചെയ്യുന്നത്, എനിക്ക് എന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എന്തിനാ ചെയ്തത്. സോ അങ്ങനെ you're constantly correcting yourself, no? So and even disregarding a lot of advice, കാരണം പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന അഡ്വൈസ് might just take you in a different direction. അല്ല, അത് മാത്രമല്ല, നമ്മൾ ആ സമയത്ത് പല ആൾക്കാരും നമ്മളെ ഉപദേശിക്കാൻ നോക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഒന്നും പറയാം, എനിക്കെല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നെ നമുക്ക് പണി കിട്ടുമ്പോൾ നമ്മളായിരിക്കും വെറുതെ അല്ല അവർ എന്നോട് അത് പറഞ്ഞത്, മര്യാദയ്ക്ക് എന്ത് കേട്ടാൽ മതിയല്ലോ. സോ ഐ തിങ്ക് ദാറ്റ് ഓപ്പൺനെസ് ടു അതർ പീപ്പിൾസ്, എന്താ പറയുക, ഒരു ഇഫ് സംബഡി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മളത് എന്താണെന്നുള്ള രീതിയിൽ എടുക്കാതെ ചിന്തിക്കുക, എന്തിനാ അവർ പറഞ്ഞത്, എന്തെങ്കിലും കാര്യമുണ്ടോ, അതിൽ നോക്കി എന്തെങ്കിലും എടുക്കാനുണ്ടോ. സോ ജസ്റ്റ് മൂവ് കോഷ്യസ്ലി ഗോയിങ് ഫോർവേഡ്. അങ്ങനെ അതുപോലെ സെൽഫ് ട്രസ്റ്റും ഒരു മൂവിങ് ഓൺ വരുമ്പോൾ അതിൽ ആദ്യം ഷേക്ക് ചെയ്യുന്ന സാധനം നമ്മൾ നമ്മുടെ ഇൻസ്റ്റിങ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ കുറഞ്ഞു തുടങ്ങും. ഇല്ല, എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ ഒരിക്കലും എൻ്റെ ഇൻസ്റ്റിങ്സിൻ്റെ എതിരെ പോകാൻ പാടില്ല എന്നാണ്. That's what I learned from this. So if I went with my gut instinct, maybe എൻ്റെ ഔട്ട്കംസ് വ്യത്യാസമായിരുന്നേനെ, but I wouldn't be here today. So അതുകൊണ്ട് I don't have any complaints. എന്തെങ്കിലും ഒരു കാര്യം if you like kind of hold on to lead life today, ഇപ്പോൾ changing circumstances കാരണം, what is it that you hold on as a thought? Like for me, ഇപ്പോൾ എനിക്ക് ഏറ്റവും അധികം എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത്, അഗൈൻ ഞാൻ ഒത്തിരി അധികം സപ്രസ് ചെയ്ത് വളർത്തിയ ഒരു കുട്ടിയാണ്. സോ നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല. സോ നൗ ഐ ഹാവ് സ്റ്റാർട്ടഡ് വോയിസിങ് മൈ സെൽഫ് മോർ സ്ട്രോങ്ലി, മോർ അസർട്ടീവ്ലി. നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. സോ ദാറ്റ്സ് സംതിങ് വിച്ച് ഡ്രൈവ്സ് മീ ടുഡേ ആസ് എ തോട്ട് ദാറ്റ് ദിസ് ഇസ് സംതിങ് ഞാൻ അൺലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഡസ് എനിത്തിങ് എഫക്റ്റ് യു ലൈക്ക് ദാറ്റ്? എൻ്റെ ഐ തിങ്ക് ദ മെയിൻ തിങ് ദാറ്റ് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഇസ് ടു ബി പേഷ്യൻറ്റ്. Don't
എടുത്തുചാട്ടം, ജസ്റ്റ് കാം ഡൗൺ. റിയാക്ട് ചെയ്യുന്ന കുറയാ, നോട്ട് റിയാക്ഷൻ ഓൾസോ, ജസ്റ്റ് എനിത്തിങ്. ഒരു കാര്യം തീരുമാനിക്കുന്നതാണെങ്കിലും എന്തെങ്കിലും പറയാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും give it some time. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. That's what I stick on to now. And coming to the series, ഇപ്പോൾ സീരീസിൽ when you got into the series, what was the process? Audition വഴിയാണോ വന്നത്, എങ്ങനെയാണ് ഇതിലേക്ക്? സോ ഈ സീരീസിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇനിഷ്യലി ഇത് ഇത് ഞാൻ എൻ്റെ പ്ലേറ്റിലിരിക്കുന്നത് തീർത്തിട്ടില്ല, നിക്ക് അയ്യോ. ഈ സീരീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇനിഷ്യലി ആക്ച്വലി നമ്മൾ കുറേ നാൾ മുന്നേ ഇത് സിനിമയായിട്ടാണ് ഇതിന്റെ റൈറ്റർ ആകാശ് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി വന്നത്. അപ്പോൾ ആ സമയത്തും ലൈക്ക് ദേ വർ 2 different roles. ഹി ഹാഡ് ടോൾഡ് മീ മറ്റേ ഫീമെയിൽ ലീഡിന്റെ ക്യാരക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ചെയ്ത ക്യാരക്ടറിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞപ്പോഴും I specifically told him, I just want to do this, I don't want to do the other one. So, and then I think we discussed it, and I think the production in Malayalam didn't work. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവരതിൻ്റെ ഇതൊക്കെ തീരുമാനിച്ച് ഇവർ പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ Z5 is probably doing it up, and then that's when they said it's a series, and I was like, oh. So then they just told me that അവർ അതേ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ അവർ കുറച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവരത് സീരീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. I think totally 7 episodes. Okay. I think each episode is around 22 minutes is what I think. So yeah, appo angane they again ആ സമയത്തും we weren't sure whether, because there were multiple casting options. Okay. അപ്പം it was a may or may not situation. Appo I told him it's okay, if it's not, we'll work on something next time. What's the big deal na രീതി പറഞ്ഞു. Finally കറങ്ങി തിരിഞ്ഞ് അത് came back to me again, and then I was like, okay. How excited were you about this? ഈ റോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ? So when he told me the story itself, I was really excited, because ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ചിരിച്ച് നല്ല രസമായിട്ടുള്ളതാണ് അവർ സ്ക്രീൻ പ്ലേ മൊത്തം ചെയ്തിട്ടുള്ളത്. അന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഐ റിമെമ്പർ ഹാവിങ് ആകാശിൻ്റെ അടുത്ത് ഐ റിമെമ്പർ സ്പീക്കിംഗ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ ഷാലിയുടെ ക്യാരക്ടർ മതി, ഐ വോണ്ട് ദിസ് വൺ, നോട്ട് ദി അതർ വൺ. സോ okay, there's another character also, അല്ലേ? Yeah, there's മറ്റേ മെയിൻ പോലീസ് ഓഫീസർ ഹൂസ് സുഭാഷ്, ലൈക്ക് അവൻ പ്ലേ ചെയ്യുന്നൊരു ക്യാരക്ടറിൻ്റെ ഇതുണ്ട്. അല്ലാതെ there is Vinsu, she's also doing another role like opposite his police officer in the character. So yeah, this just stood out for me. That's how I was like, illa enikku madi ennulladu. Okay. And did you do എന്തെങ്കിലും തരത്തിലുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ? Because ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ചെയ്യുന്നത്, ആൻഡ് കംപ്ലീറ്റ്ലി അക്കാഡമിക്സിലേക്ക് പോയ ആളെ തിരിച്ചു വരികയാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. I did Kondal in 2000. Oh, okay. I mean 2022, 21. ആ സമയത്ത് എങ്ങാണ്ട് around that time I did Kondal. So but then this I did, I mean preparation എന്ന് പറയാൻ പറ്റത്തില്ല, but I after a long time I tried to get in like ക്യാരക്ടറിൻ്റെ മെൻറ്റൽ സൈക്കിലേക്ക് ലൈക്ക് ഞാൻ ലൈക്ക് ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുമോ, എനിക്ക് എൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ, സോ ദാറ്റ് വെൻ പീപ്പിൾ സ്ക്രീനിൽ കാണുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ദം ടു സീ മീ. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് വർക്ക്ഡ്, പക്ഷേ നോക്കാം മേ ബി. പക്ഷേ ആക്ടേഴ്സ് എപ്പോഴും പറയാറുണ്ട് ദാറ്റ് യു ഹാവ് ടു ബി കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ഓൺ യുവർ ക്രാഫ്റ്റ്. അല്ലാതെ നമ്മൾ എന്താ പറയുക, എപ്പോഴാണ് നമുക്ക് വർക്ക് വരിക, തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരു വർക്ക് വരിക. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് റോൾ വെൻ ഇറ്റ് കംസ് ടു യു. അപ്പം were you like really prepared for this, and ഇടയ്ക്ക് did you go for any workshop ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? സോ എൻ്റെ ഫ്രീ ടൈം മൊത്തം is in studies. Okay. പ്യോർലി അക്കാഡമിക്സ്. എനിക്ക് തിയേറ്റേഴ്സ് കുറേ ഈ ആക്ടിങ് ക്യാമ്പ്സും തിയേറ്ററിലേക്ക് എനിക്കൊക്കെ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി PhD സൈഡിലുള്ളതുകൊണ്ട് എനിക്ക് വേറെ ഒന്നിനും സമയം എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐ തിങ്ക് എ ലോട്ട് ഓഫ് മൈ ലേണിംഗ് ഞാൻ ആശുപത്രിയിൽ ഇരിക്കുമ്പം ആൾക്കാരെ കാണുന്നതും ലൈക്ക് ബാക്കിയുള്ളൊരു പേഷ്യൻസിനെ കാണുമ്പോഴും ഒക്കെ ഐ തിങ്ക് അവരുടെ പേഷ്യൻസിനെ കാണുമ്പോഴത്തേക്കും അവരുടെ സ്റ്റോറീസ് പറയാറുണ്ട്. സോ ആ രീതിയിലാണെന്ന് തോന്നുന്നു ഞാൻ probably prepare ചെയ്യുന്നത് in my head. So I think it's mostly cerebral preparation then. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കുറേ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ആൻഡ് വി ആക്ച്വലി ഡിസ്കസ്ഡ് എ ലോട്ട് ഇൻ അവർ ഷോ ആസ് വെൽ, യുനോ എസ്പെഷ്യലി വിത്ത് അറ്റൻഷൻ ഡെഫിസിറ്റ്. ആൻഡ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പല ആൾക്കാരും തുറന്ന് സംസാരിച്ചുണ്ട്. ഇൻ ഫഹദ് മെൻഷൻഡ് ഇറ്റ്. ഡു യു ഫീൽ ഇന്ന് അവയർനെസ് ലെവൽസ് ഒത്തിരി കൂടിയിട്ടുണ്ടോ, ഓർ അഗൈൻ ഈ കോവിഡിൻ്റെ ആ ഫേസ് കഴിഞ്ഞതോടെ സിൻസ് people have gotten busy with their lives, ഇത് പിന്നീട് ഒരു ബാക്ക് ബേണറിലായിരുന്നു? ഇല്ല, ഐ തിങ്ക് ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ആൾക്കാർ വളരെ ലൂസായിട്ടാണ് ടേംസ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ച രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നില്ല, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ട്രിഗേർഡായി, അല്ലെങ്കിൽ സംതിങ് അതായത് വിഷമം, ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം നടക്കാത്തതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായി. വിഷമം ആൻഡ് ഡിപ്രഷൻ ഇസ് യു കാൺ ഇക്വേറ്റ് ഇറ്റ്, നോ ലൈക്ക്. അപ്പോൾ അതും കൊണ്ട് എനിക്കൊന്നു സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും
അവയർനെസ് കുറച്ച് അധികം കൂടിയതിന് അവയർനെസ് എന്ന് പറയത്തില്ല, ഐ തിങ്ക് എവറിബഡി നോസ് ഇങ്ങനത്തെ ലൈക്ക് ദ മോർ അവെയർ ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ അത് കാരണം ഐ തിങ്ക് പീപ്പിൾ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ ടേംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നീടുള്ള ഒരു ഗ്രാവിറ്റി ഓർ ദ വെൻ യു സേ ഡിപ്രഷൻ ഓർ വെൻ യു സേ ADHD or narcissism or any of these terms, I think നമ്മൾ മെഡിക്കലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും DSM-5 അല്ലെങ്കിൽ ICD-10 ഇങ്ങനത്തെ കുറേ എന്താണ് ക്രൈറ്റീരിയ ആൾക്കാർ ഫോളോ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്കെ ഇന്ന ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ എൻഡ് അപ്പ് നോട്ട് ടേക്കിംഗ് ഇറ്റ് ആസ് സീരിയസ്ലി ആസ് ദേ ഷുഡ് ഓൾസോ. ഇത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ AI എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് സെക്ടറിനെ എഫക്ട് ചെയ്യാൻ പോണേ? സോ റൈറ്റ് നൗ ഇപ്പം ലൈക്ക് വെളിയിലൊക്കെ കുറേ യൂണിവേഴ്സിറ്റീസിൽ ഹൗ ദേ ഇംപ്ലിമെൻറ്റഡ് AI ഇസ് ദാറ്റ് ഈ ഒരു വെർച്വൽ ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. സോ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ ടോക്ക് ടു ഇറ്റ്സ് ലൈക്ക് എ customer care service center. I can't say the same thing, but it's like a chat box. Interface. ഒരു ഇന്റർഫേസ് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെ യു ക്യാൻ ടൈപ്പ് ആൻഡ് യു ക്യാൻ, അപ്പോൾ അവർ ചോദിക്കും എന്താണ് കാര്യം, എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം ഇന്ന കാര്യമാണ്. സോ ചാറ്റ് ബോക്സ് ഇസ് ബേസിക്കലി ട്രെയിൻഡ് ബൈ പ്രൊഫഷണൽസ് ആൻഡ് ഇൻ ദ പ്രോപ്പർ മെത്തേഡ്. ആൻഡ് ആ ചാറ്റ് ബോക്സ് പറയാണ് ഓക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ദേ വിൽ ഡയഗ്നോസ് യു ഓർ ദേ വിൽ നോട്ട് ഡയഗ്നോസ് യു, ദേ വിൽ അഡ്വൈസ് യു. ഇന്ന ആളെ പോയി കാണുക, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്, പ്ലീസ് മീറ്റ് സംബഡി ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൺ വേ ഇറ്റ്സ് ആക്ച്വലി ഹെൽപ്പിംഗ് ബിക്കോസ് മേ ബി പല ആൾക്കാർക്കും the resources to go meet a therapist or a psychologist because it is expensive. I'm not saying cheap ആണെന്ന് ഞാൻ പറയത്തില്ല, it is expensive. അപ്പം there affordability ഇല്ലാത്തതുകൊണ്ടും എന്താണ് ചിലപ്പം ചില ആൾക്കാർക്ക് ചമ്മലായിരിക്കും. അതിപ്പോഴും ഒരു പ്രശ്നമാണ്. ഇപ്പം ഐ തിങ്ക് ഇവൻ ഞാൻ തന്നെ ആരത്തോ ഞാൻ തെറപ്പി എന്തോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് തെറപ്പി ലൈക്ക് സ്റ്റിഗ്മ. ബട്ട് ഇപ്പം ഞാനിപ്പോൾ പറയാണ് എനിക്ക് വയറുവേദനയ്ക്ക് ഞാനൊരു ഡോക്ടറിനെ പോയി കണ്ടു, എന്തെങ്കിലും വയറുവേദന എന്ത് പറ്റി, ആൻഡ് ഇറ്റ്സ് ലൈക്ക് സപ്പോസ് ഇഫ് ഐ സ്റ്റിൽ സേ ഐ എം ഇൻ തെറപ്പി. ഐ തിങ്ക് മൈ മെയിൻ ഇഷ്യൂ ഇസ് ദാറ്റ് നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല തെറപ്പിക്ക് പോകേണ്ടത്. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ റിഫ്ലെക്റ്റീവ് സ്പേസ് ഓൾസോ. സോ ഞാൻ ഇടയ്ക്ക് ഞാൻ തന്നെ ലൈക്ക് തെറപ്പിക്ക് പോയിട്ട് മേ ബി വൺസ് ഇൻ 2 weeks or maybe once in 3 weeks ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സെഷൻ. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് റിഫ്ലെക്റ്റീവ് ബിക്കോസ് ഞാൻ പുള്ളിക്കാരായിട്ട് സംസാരിച്ചിട്ട് ഞാൻ തന്നെ ആലോചിക്കും ഓക്കെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ലൈക്ക് ഇസ് ദാറ്റ് ഹെൽത്തി, ഇസ് ദാറ്റ് നോട്ട് ഹെൽത്തി. സോ പ്രശ്നം ഉണ്ടാകുമ്പം ഇറ്റ്സ് ബേസിക്കലി ഐ ക്യാൻ ഗിവ് യു എൻ എക്സാമ്പിൾ ഇസ് ലൈക്ക് റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പ് നമ്മൾ ചെയ്തില്ലേ, ആ റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പ് പോലെ തന്നെ ഞാൻ റൂട്ടീൻ ഒരു മെൻറ്റൽ ഹെൽത്ത് ചെക്കപ്പ് ഞാൻ ചിലപ്പം പോയി നടത്തും. സോ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമുക്ക് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒരു എന്തെങ്കിലും മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് പോകേണ്ടത് ഇസ് നോട്ട് ഓൺലി വെൻ ദർ ഇസ് എൻ ആക്ച്വൽ ഇഷ്യൂ. ലൈക്ക് ഇഫ് യു ഫീൽ ദാറ്റ് അയ്യോ ഇത് പ്രശ്നമാണോ, ഇത് അങ്ങോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആണെങ്കിലും പോലും മേ ബി ദർ ഇസ് നോ ഹാം ഇൻ റീച്ചിങ് ഔട്ട്. ബട്ട് ദെൻ ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ഇങ്ങനത്തെ ചാറ്റ് ബോക്സസ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഐ തിങ്ക് പീപ്പിൾ ഹു കാൺ അഫോർഡ് ഇറ്റ് ഓർ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് ദ മീൻസ് ഓർ അവർക്ക് ബുദ്ധിമുട്ടാണ് നേരിട്ട് പോയി കാണാൻ, അങ്ങനത്തെ കുറേ ലൈക്ക് ഐ തിങ്ക് it supports people in that way. Because universally ഇതൊരു വലിയൊരു കോൺവെർസേഷൻ ആണ്. ഐ തിങ്ക് ലോട്ട് ഓഫ് കിഡ്സ് ഓർ ടീനേജേഴ്സ് ഓർ അങ്ങനെ ആക്സസ് ഇല്ലാത്ത ആൾക്കാർ നേരെ പോയി AI ടൂൾസ് യൂസ് ചെയ്തിട്ട് അഡ്വൈസ് നേടി. I don't mean ChatGPT അങ്ങനത്തെ അതല്ല. I'm saying വെളിയിൽ there have been institutions like proper academic institutions that have released their own chat box. അപ്പോൾ അത് properly മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇന്റർഫേസ് ആണ്. അവിടെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ChatGPTയോ പെർപ്ലെക്സിറ്റിയോ അങ്ങനത്തെ അതുപോലെ ഒന്നുമല്ല. സോ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ആൻഡ് കൺസിഡറിങ് കമ്മിങ് ബാക്ക് ടു ദ മൂവി ഇൻഡസ്ട്രി, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഇന്റർവ്യൂ ഗൗതമിയുടെ കണ്ടപ്പോൾ ഗൗതമി പറഞ്ഞു മലയാളത്തിൽ പൊതുവെ സ്ത്രീ കഥാപാത്രങ്ങളെ പോർട്രേ ചെയ്യുന്നതും അതിൻ്റെ റെലവൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഫ് യു നോട്ടീസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഐ ഡു സീ ദർ ഇസ് എ ഡിഫറൻസ് കമ്പയർഡ് ടു 80s വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിറ്ററലി ഇത് സോ മെനി നൈസ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാമായിരുന്നല്ലോ പണ്ടൊക്കെ. So what do you feel like, how can you bring about a change in this? Do you feel that as a you can start writing, you want to approach people with more strong female characters, written characters? How do you want, as an actor, ഇപ്പം എന്നെ പല പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ എഴുതുന്നില്ല, പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നില്ല, but as taking that ownership, how can you bring about a change? What do you think? See, right now, what I can do is if in the future ഞാൻ കഥ എഴുതുമോ ഞാൻ സിനിമ ചെയ്യുവാണെങ്കിൽ obviously I can take ownership there and make sure that whatever I'm directing, there are good representations of like female characters or there is space for
there's equal space for everybody to do something. അപ്പോൾ അതേപോലെ I feel that main responsibility could be at the hands of writers. ഇപ്പോൾ വാഴ 2 എന്ന് പറഞ്ഞൊരു സിനിമ ഭയങ്കര ഹിറ്റായി. അഗൈൻ ഇത് സ്റ്റാർ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയല്ല. So I'm sure there's more space for female centric characters also if it is written well and made well, അല്ലേ? ട്രൂ. പക്ഷേ അത് അവിടുത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരൊക്കെ പറയും ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ വേണം, ഫീമെയിൽ ക്യാരക്ടേഴ്സ് വേണം, ഫീമെയിൽ ലീഡ് സിനിമ ഒക്കെ വേണമെന്ന്. പക്ഷെ ഞാൻ പിന്നെ ചോദിക്കുന്നത് ഈ ഫീമെയിൽ ലീഡായിട്ടുള്ള സിനിമകളൊക്കെ വരാറുണ്ട്, ഇത് തിയേറ്ററിൽ പോയിട്ട് എത്ര പേരാണ് പോയി കാണുന്നത്? അപ്പോൾ അവിടെ സൊസൈറ്റിയുടെ സൈഡിലും there's a responsibility, right? ഇപ്പം നമ്മൾ ചിലപ്പോൾ സിനിമ ഉണ്ടാക്കുമായിരിക്കും, നമ്മൾ സിനിമ എഴുതുമായിരിക്കും, ഡയറക്റ്റ് ഒക്കെ ചെയ്യായിരിക്കും, പക്ഷെ ഓഡിയൻസും പോയിട്ടും സോ ലൈക്ക്. ആൻഡ് വാട്ട്സ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് സോഷ്യൽ മീഡിയ റൈറ്റ് നൗ? ഞാൻ എപ്പോഴും ഫ്രണ്ട്സിന്റെ കല്യാണത്തിന്റെ ഫോട്ടോസ് ആണ് ഏറ്റവും കൂടുതൽ കാണുക. സോ എനിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ പണ്ടത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ വാസ് മോസ്റ്റ്ലി ഇപ്പം ഇഫ് ഐ ഫൈൻഡ് സം നൈസ് സീനിക് തിങ് ഓർ സം എസ്തെറ്റിക് എന്തെങ്കിലും ഒരു ഷോട്ട് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ മേ ബി ഇത്ര ഒരു സ്ക്വയറിൽ ഈ ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ. ഐ എം ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലൈക്സ് പുട്ടിങ് റാൻഡം സ്റ്റഫ് ഫ്രം മൈ ഡെയിലി. ഇപ്പം ഈ ഒരു ടേബിളിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് റാൻഡം സ്നിപ്പെറ്റ്സ് ഓഫ് മൈ ഡെയിലി ലൈഫ്. നൗ ദ പ്രോബ്ലം വിത്ത് സോഷ്യൽ മീഡിയ ഇസ് ദാറ്റ് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ പ്രോജക്റ്റിൽ വിളിക്കത്തുള്ളൂ. Is it real? Yeah, people, most production people rather prefer that if you have 1 million or 10 million followers, you're bringing അത്രയ്ക്കും audience. No, it's about the business. So അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. That's how the world is today. That has become a big thing. So I'm not somebody who likes putting my face too much on Instagram or anything. എനിക്ക് വല്ല പട്ടികളും പൂച്ചകളൊക്കെ പോകുന്നത് അല്ലെങ്കിൽ വല്ല ആനയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാനാണ് എനിക്ക് താല്പര്യം. സോ അതിൻ്റെ ഒരു I'm like and off late I've also been noticing that Instagramൽ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര ടയർഡ് ആവുകയാണ്. എവറിബഡി ഈസ് ലൈക്ക് this was done with Instagram and this. And the main issue with social media is that people forgot to have fun. Panda, everybody was just doing just whatever they wanted in whatever space they were in, and they had the freedom to just be. ഇന്ന് നമ്മൾ എന്തിട്ടാലും അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ 10 ആൾക്കാർ. ഞാൻ എന്തെങ്കിലും ഒരു കോട്ട് ഇടുവാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇന്ന ആളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനൊന്നും അല്ല, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാൻ ഷെയർ ചെയ്തു, ദാറ്റ്സ് വാട്ട് ഇറ്റ്. ബട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ആദ്യം കാണുന്ന ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള അപ്കമിങ് ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ വിടുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട് ഇൻഫ്ലുവൻസർ. I saw her post. Actors also. I know so many actors ഈ ഇടയ്ക്ക് പോയി. So I feel that is a trend to leave social media altogether. Because a human connection ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. I really hope that happens because ഇതെല്ലാവരും ഒരു 5 മിനിറ്റ് കിട്ടിയാൽ ഉടനെ ഫോൺ തുറന്ന് ഇങ്ങോട്ടാണ്. ഇറ്റ്സ് ലൈക്ക് യു ആർ നോട്ട് ഈവൻ ഗിവിങ് യുവർ സെൽഫ് സ്പേസ് ടു ബി ബോർഡ്. ലൈക്ക് why are you so afraid of sitting with your own thoughts? ലൈക്ക് പണ്ട് ഞാനൊക്കെ സ്കൂളിലും ബാക്കിയുള്ള സമയത്തൊക്കെ വളർന്നപ്പോഴത്തും എനിക്ക് ഫോണും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എത്ര 10 11 ആയപ്പോഴത്തേക്കാണ് മറ്റേ നോക്കിയയുടെ മറ്റേ ആ 33 ദാറ്റ് ഫോൺ കിട്ടിയത്. സോ ഞാൻ വളർന്നത് എങ്ങനെയാണ്, ബോറടിച്ചിട്ടാണ്. സോ ലൈക്ക് ഇഫ് another mental health issue also is that you're constantly looking for distractions, either YouTube shorts or adu karna endana, like your attention span is also come so less that you don't even have the patience oru full length cinema irunnu കാണാനും പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്, കിട്ടുന്ന അവസരത്തിൽ മൊത്തം എന്താണ് ഫോർവേഡ് അടിച്ചാണ് ചെയ്യുന്നത്. സോ അറ്റൻഷൻ സ്പാനിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ചിന്തയായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എന്താണ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാണ്, ഒന്ന് വെളി നോക്കി കാഴ്ചയൊക്കെ കാണുന്നിരിക്കുന്നതിന് പകരം ഇമ്മീഡിയറ്റ്ലി ഫോണിലെടുത്തിട്ട് ദിസ് ഇസ് ദ ഹോൾ തിങ്. ഐ തിങ്ക് ദാറ്റ് നീഡ്സ് ടു സ്റ്റോപ്പ്. എനിക്ക് ഈയിടയ്ക്ക് ഞാനൊരു സിനിമ കാണാൻ പോയപ്പോൾ ഒരാളെ ഒരു പോയിന്റ് പറഞ്ഞു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞ ഒരു 7 മിനിറ്റിനകം ഫസ്റ്റ് ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സംഭവം നടന്നിരിക്കണം, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ പോകും. And I'm like, ഒരു സിനിമയുടെ ഒരു സ്ലോ ബിൽഡപ്പ്, ദ ഹോൾ പേസ്, ഇറ്റ് ഹാസ് ടു ഹാപ്പൻ വിത്തിൻ ദ ഫസ്റ്റ് ടൈം. അത് ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമല്ല, അതിപ്പം പാട്ടിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. എവറിബഡി ഈസ് മേക്കിംഗ് സോങ്സ് സോ ദാറ്റ് യു ഹാവ് സംതിങ് ടു ട്രെൻഡ്. ഇറ്റ്സ് മെയ്ഡ് ഇൻസ്റ്റഗ്രാം റീലിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഐ തിങ്ക് മ്യൂസിക് ഇസ് ഓൾസോ ഗോയിങ്. പണ്ടത്തെ പാട്ടൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. മ്യൂസിക് വാസ് ജസ്റ്റ് മെയ്ഡ് because of music. Today I feel it's just about, okay, how can this be a hit? റീലിൽ ഇപ്പം ഇത്രയും സോഷ്യൽ മീഡിയയിൽ I don't know. Like I don't know if I'm the right person to comment on these things also. As a woman, what is your primary concern today when you look at society? ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് what are the things that really affect you? Because ഈ മെൻ്റൽ ഹെൽത്ത് സ്പേസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഹ്യൂമൻ ബിഹേവിയർ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന, സബ്കോൺഷ്യസ്ലി ഈവൻ മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് what is it that really affects you? I mean, I don't know if it's related to
women in general, but I think my main prashnam is that if you don't have empathy to anything that is not a human being, I'm not sure if I can, I don't know if that's a good sign. Yeah, because you can't relate, you can only relate to your species. Right. And anything, ഒരു മനുഷ്യനല്ലാത്ത എന്താണെങ്കിലും ലൈക്ക് ഇപ്പം ഞാൻ പറയാം, കുഞ്ഞിലൊക്കെ ഞാൻ പല കഥകൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ഈ കുഞ്ഞു പപ്പീസിനെയും പൂച്ചക്കുട്ടികളൊക്കെ കുഞ്ഞിലെ തന്നെ അടിച്ച് കൊല്ലുന്നതും ദോസ് ആർ നോട്ട്, നമ്മൾ കുട്ടിക്കാലത്തെ അത് കളിയായിട്ടൊക്കെ എടുക്കുവാണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദോസ് ആർ ഗുഡ് സൈൻസ് ഓഫ് ലൈക്ക്, ഐ തിങ്ക് ദോസ് ആർ സൈൻസ് ദറ്റ് യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓഫ്, ബിക്കോസ് അങ്ങനത്തെ സ്വഭാവങ്ങൾ വലുതാകുമ്പോഴത്തേക്കും it can lead to anything. So inflicting pain on something that cannot speak, or നമ്മുടെ സാമ്യം ഇല്ലാത്ത എന്തെങ്കിലും ഒരു, it's so easy for you to inflict pain. I don't think it is too far along that they won't mind doing it on humans also. So that is one thing that definitely concerns me. On that note, can we continue eating? Yes. Because we have not eaten at I know, all. I've not eaten at all. അപ്പോൾ ഇനി പ്രോജക്ട്സ് ഒക്കെ ഉണ്ടോ? ഇതുണ്ടല്ലോ, ഇതല്ലാതെ നോ, ലൈക്ക് ഇത് കഴിഞ്ഞിട്ട് ഐ എം ഹോപ്പിംഗ് people will realize, oh, she's still acting, and then be like, let's call her. So, Oh yeah, I really hope this works for you. I really hope this works for everybody, because the entire team, all of them, especially Ameen, Akash, ഞങ്ങളുടെ ഇപ്പം ഡയറക്ഷൻ ടീം ആണെങ്കിലും അമിത്, നീരജ്, all of these people, like the editor Arjun and all of that, like all of them come from very nice schools, like wherever they've previously worked. Okay. അപ്പം for the kind of people that they are, ജെനുവൻലി എനിക്കിത് അവർക്കൊക്കെ വേണ്ടിയിട്ട് എനിക്കിത്, പ്രത്യേകിച്ച് അമീൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റും കൂടെ ആയതുകൊണ്ട്, അമീനും ആകാശിൻ്റെ ഒക്കെ ഫസ്റ്റ് പ്രോജക്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഐ എം ജസ്റ്റ് റൂട്ടിങ് ദാറ്റ് ദിസ് വർക്ക്സ് ഫോർ ദെം. I'm rooting for you too. Thank you. No, but they're very talented ആണ് Ameen, and I can't wait for everybody to see how he's just shot this so well. Oh, wonderful. Yeah. And audience-നോട് എന്തെങ്കിലും പറയാനുണ്ട് about the series and why they should be watching the series? For her, of course. Yeah. So, എന്താ പറയാ, you won't be disappointed. അത്രേ ഉള്ളൂ. At least ഒന്ന് കണ്ട് ചിരിച്ച് രസിക്കാനായിട്ട് എന്തായാലും അതിനകത്തുള്ള കണ്ടന്റ് ഉണ്ട്. So, definitely it won't be a waste of anybody's time, I hope so. അപ്പോൾ ഇനി കുറേ ആഹാരം ഇവിടെ കഴിച്ച് തീർക്കാനുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ തീരും തോന്നില്ല, നമ്മൾ എല്ലാവരും കൂടി കഴിക്കേണ്ടി വരും. സോ ദിസ് ഇസ് ലൈക്ക് ആ ഫസ്റ്റ് എൻഡവർ, സോ ടു സേ. നമ്മളിങ്ങനെ സെറ്റിൽ നിന്ന് പുറത്ത് വന്ന് ഭക്ഷണമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് absolutely a very casual conversation, and I'm so thankful, Gauthami, you came. I'm also thankful. I'm happy. Yeah, I'm happy because നല്ല ഭക്ഷണം കിട്ടി. So nice. This is a good idea, അല്ലേ? So thanks for watching, and we will keep this conversation going maybe next release of yours. All the very best for Kaakee Circus. Thank you. ഞാൻ കഴിക്കുന്നതിന്റെ ഇടയിലേക്ക് പോകുന്നോണ്ട് I'm missing രാജേഷും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, രാജേഷ് മാധവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 3 പേർക്കും ഇരുന്നു. രാജേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നല്ല വിറ്റായിരുന്നു. അയ്യോ, he's so funny. It's such a pleasure working with him also. Such a fabulous actor. Intelligent man. And അതുമല്ല നമ്മൾ ലൈക്ക് I was like ചേട്ടനൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പം ഇതിന് ഷൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും ലൈക്ക് ഷോർട്ടിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ സ്റ്റക്കായി പോകുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ പറയും, ഇതിങ്ങനെ ചെയ്തോടെ, why don't you try it this way. So as a co-actor also, എവിടെയോ ഡയറക്ടർ വെളിയിൽ വന്നിട്ട് he's just so helpful, and it's just it's so nice working with him. Hands down, I think one of my favorite co-stars is definitely Rajesh. It's so nice. Rajesh Madhavan and Gauthami Nair in Kaakee Circus തീർച്ചയായിട്ടും കാണാം on Z5. See ya. Bye.